ശഫാഅത്ത് തേടിക്കൊണ്ട് അവസാനിപ്പിക്കുന്നുണ്ട് എങ്കിൽ പുണ്യ റസൂലുള്ളാഹിന്റെ മദ്ഹുകളാണ്. പലരും പറഞ്ഞിട്ട് തീരാത്ത മദ്ഹുകളാണ്. മദ്ഹ് പറയാൻ വേണ്ടി പീഠം വെച്ചു എന്ന് ഞങ്ങൾ പറഞ്ഞല്ലോ നിങ്ങളുടെ മുമ്പിൽ. അതേപോലെ തന്നെയാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പല നിലക്കും ദ്രോഹിച്ചു, പല നിലക്കും കവിതകൾ എഴുതി, പല നിലക്കും അപലപിച്ചു. അവസാന ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവനോട്, ആ വ്യക്തിയോട്, കഅബ് റളിയല്ലാഹു അൻഹുവിനോട് ഉപരോധം സൃഷ്ടിച്ചതായ സമയത്ത് സുബ്ഹാനല്ലാഹ് കഅബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് വന്നില്ലേ. ക്ഷമാശീലനായ നബിയാണ്, സ്വഭാവത്തിന്റെ ഉടമ, ഉന്നതമായ സ്വഭാവത്തിന്റെ ഉടമയായ നബിയിൽ നിന്ന് ക്ഷമയാണ് നമുക്ക് പഠിക്കാനുള്ളത്, വിട്ടുവീഴ്ചയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അഷ്റഫുൽ ഖൽഖിന്റെ മുമ്പിലേക്ക് വന്നു. കഅബ ഒരു തട്ടം പുതച്ചുകൊണ്ടാണ് വരുന്നത്. കഅബാണെന്ന് തിരിയരുത്. എന്നിട്ട് വന്നിട്ട് ചോദിച്ചു, നബിയേ നബിയേ, ഏതൊരു ശത്രുവും അങ്ങയോട് ശത്രുത കാണിച്ചു, അവസാനം അവർ അങ്ങയുടെ മുമ്പിൽ മാപ്പപേക്ഷിച്ച് വന്നാൽ നിങ്ങൾ അവർക്ക് മാപ്പ് നൽകുമോ, ക്ഷമിക്കുമോ, അവർക്ക് പുറത്തു കൊടുക്കുമോ നബിയേ? പുന്നാര റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി പറയുന്നു, അതെ, ഞാൻ അവർക്ക് മാപ്പ് നൽകും, ഞാൻ അവർക്ക് പുറത്തു കൊടുക്കും, ഞാൻ അവരുടെ വീഴ്ചകൾ പരിഹരിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞപ്പോ കഅബ് ചോദിച്ചത്രേ, അത് കഅബാണെങ്കിലും മാപ്പ് കൊടുക്കുമോ നബിയേ? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതെ, കഅബാണെങ്കിലും മാപ്പ് കൊടുക്കും. മുമ്പീതു അന്ന റസൂലല്ലാഹി ഔഅദനി വൽ അഫൂ ഇൻദ റസൂലില്ലാഹി മഖ്ബൂലു ലഖദ് അതൈതു റസൂലല്ലാഹി മുഅ്തദിറാ വൽ ഉദ്റു ഇൻദ റസൂലില്ലാഹി മഖ്ബൂലു ഇന്നർ റസൂല ലസൈഫു യസ്തദാഉ ബിഹി മുഹന്നദുൻ മിൻ സുയൂഫില്ലാഹി മസ്ലൂലു. അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, എന്നോട് വർത്തമാനം അറിയിക്കപ്പെട്ടു പോയി, അന്ന റസൂലുള്ളാഹി ഔഅദനി, എന്നെക്കുറിച്ച് റസൂല് പേടിപ്പിക്കുന്ന പല വർത്തമാനങ്ങളും പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്ന് എനിക്ക് ബേജാറുണ്ട്, വെപ്രാളമുണ്ട്. അന്ന റസൂലുള്ളാഹി ഔഅദനി വല്ലഫു ഇൻദ റസൂലില്ലാഹി മഹ്മൂലു. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ മാപ്പാണ് ഞാൻ കൊതിക്കുന്നത്, ആഗ്രഹിക്കുന്നത് മാപ്പാണ്, മാപ്പ് തേടിക്കൊണ്ടാണ് എന്റെ വരവ്. എന്നാൽ ലഖദ് അതൈതു റസൂലല്ലാഹി മുഅ്തദിറാ, എന്നിൽ നിന്ന് വന്നുപോയ സംഭവിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും ഹബീബിനോട് ഞാൻ ചെയ്തു പോയിട്ടുണ്ട്. അത് നിഷ്ഠൂരമാണ്, അത് വളരെ 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 വേദനാജനകമാണ്, അസഹനീയമാണ്. എനിക്ക് മാപ്പ് കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ടിതാ ലഖദ് അതൈതു റസൂലല്ലാഹി മുഅ്തദിറാ, കാരണം ബോധിപ്പിച്ചുകൊണ്ട് പുണ്യസവിധത്തിലേക്ക് ഞാൻ കടന്നു വന്നിരിക്കുകയാണ്. അതുകൊണ്ട് നബിയേ, വൽ അഫൂ ഇൻദ റസൂലില്ലാഹി മഖ്ബൂലു വൽ ഉദ്റു ഇൻദ റസൂലില്ലാഹി മഖ്ബൂലു. കാരണങ്ങൾ ബോധിപ്പിച്ചു വന്നാൽ അല്ലാഹുവിന്റെ ഹബീബ് അത് സ്വീകരിക്കുന്ന വ്യക്തിയാണ് എന്നർത്ഥവത്തായ കവിതകൾ പാടുകയാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് ലോകത്തിന്റെ മുമ്പിൽ കാഴ്ചവെച്ച, അല്ലാഹുവിന്റെ ഹബീബ് ലോകത്തിന്റെ മുമ്പിൽ പറഞ്ഞു പോയ, നിങ്ങളുടെ റസൂല് എന്താണോ നിങ്ങൾക്ക് കൊണ്ടുവന്നത് അതിനെ നിങ്ങൾ പിടിക്കണേ, മുറുകെ പിടിക്കണേ. അത് ജീവിതത്തിൽ നിങ്ങൾ പിൻപറ്റണേ, നിങ്ങളുടെ ജീവിതത്തിൽ പിൻപറ്റണം. അത് ഈ ഒരൊറ്റ ആയത്ത് പോരെ, നിങ്ങളോട് റസൂല് വിരോധിച്ചതിൽ നിന്ന് നിങ്ങൾ വിട്ടു നിൽക്കണം. റസൂല് നിങ്ങളോട് കൽപ്പിച്ചതിനെ നിങ്ങൾ ജീവിതത്തിൽ മുറുകെ പിടിക്കണം. എന്തൊരർത്ഥവത്തായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഈ പരിശുദ്ധ വചനം. ലോകത്തിന്റെ എല്ലാം ഈ ഒരു ആയത്തിൽ അങ്ങ് സമർപ്പിച്ചിരിക്കുകയാണ്. നീ യഥാർത്ഥ മുഅ്മിനാവണോ, ഈ ആയത്ത് മതി. നിനക്ക് മദ്യത്തിൽ നിന്ന് വിട്ടു നിൽക്കണോ, ഈ ആയത്ത് മതി. നീ പലിശ കൊടുത്തുകൊണ്ടിരിക്കുന്നു, പലിശ വാങ്ങിക്കൊണ്ടിരിക്കുന്നു, അതിൽ നിന്ന് നിനക്ക് വേർപിരിയണോ, ഈ ആയത്ത് മതി. നീ ദുഷിച്ചതായ ഏർപ്പാടുകളുണ്ട്, കള്ളക്കടത്ത് നടത്തുന്നവനാണ്, നിനക്കതിൽ നിന്ന് മാറി നിൽക്കണോ, ഈ ആയത്ത് മതി. റസൂൽ നിങ്ങൾക്ക് കൊണ്ടുവന്നതിനെ പിടിച്ചോളൂ, മുറുകെ പിടിക്കണം.
അല്ലാഹുവിന്റെ റസൂൽ പലിശക്കെതിരാണ്. പലിശ വാങ്ങുന്നവൻ, കൊടുക്കുന്നവൻ, തിന്നുന്നവൻ, തീറ്റിക്കുന്നവൻ, എഴുതുന്നവൻ, സാക്ഷി നിൽക്കുന്നവൻ സർവരെയും ശപിച്ചെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്